ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോയി. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. ഞാൻ മാത്രം കണ്ടാൽ പോരാലോ, കാണാത്തോലും ഉണ്ടാവില്ലേ. അപ്പോൾ മെയിനായിട്ട് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ആകാശങ്ങളും മരങ്ങളും എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ. ഞാൻ കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്ന. അപ്പോൾ ഇതാണ് ചെമ്മരിയാടിനെ വളർത്തുന്ന ഒരു പറമ്പായത്. കണ്ട, ഇതിന് നിറച്ചും ചെമ്മരിയാടുണ്ട്. എന്നിട്ട് ഇതിന് കുടിക്കാൻ ഇങ്ങനെ വെള്ളമെല്ലാം വെച്ച് കൊടുത്തിട്ട് കണ്ട, നമ്മളെ നാട്ടിലെല്ലാം ഇങ്ങനെ ഒരു വേലി കെട്ടി ചെമ്മരിയാടിനെല്ലാം സാധാ ആടിനെ തന്നെ കൊണ്ടുപോയിട്ടാൽ ആരെങ്കിലും പിടിച്ചും കൊണ്ടുപോകും. എന്നിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കും. പിന്നെ ഇതാ ഒരു കാട്ടിക്കൂടി ഇങ്ങനെ പോയി, പിന്നെയും പോയി ഇനിയിപ്പോൾ നമ്മളെ മൊയിലിയാറ് കണ്ടിട്ട് പറയുന്നേ ബീസത്ത മണാലിപ്പോയി മഞ്ഞ് കളിച്ച പോലെ. അതാ ഒരു 50 വയസ്സ് കഴിഞ്ഞ സക്കീനത്താത്ത എന്തിൻ്റെ കേടാ ദിക്കറ് ചൊല്ലിയാൽ പോരെ എന്നെല്ലാം പറയും. അതൊന്നും പറയാൻ നിൽക്കണ്ട, കാണേണ്ട അടുത്ത് കാണണം, പോകേണ്ട അടുത്ത് പോകണം. അങ്ങനെയൊന്നും ഇസ്ലാമിൽ വിലക്കൊന്നുമില്ല. പെണ്ണുങ്ങൾ പുരയെ തന്നെ കുത്തിരിക്കണമെന്നൊന്നും. കാണാനുള്ള ആഗ്രഹമുള്ളവർ പോയിട്ട് കാണണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ പോയി മക്കളുണ്ട് കേട്ടോ, അവർക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഓരോ ഞാൻ കാണിക്കാത്തത്. ഭർത്താവുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കണ്ടത്, വണ്ടി പോകുമ്പോൾ വിചാരിക്കും ആകാശം നമുക്കിങ്ങനെ തൊടാന്ന് വിചാരിക്കും. എന്താന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പോയി ഇതാ പിന്നെയും പോയി ഇങ്ങനെ പോയി. പിന്നെ എൻ്റെ വീഡിയോയെല്ലാം എല്ലാവരും കാണലുണ്ടെന്ന് കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ 1K ആയിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും അതേപോലെ നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യണം. മൂല്യന്മാർ ആരും വന്നിട്ട് അവക്കെന്തിൻ്റെ പേരാന്താന്നൊന്നും ചോദിക്കരുത്. പെണ്ണുങ്ങൾ പുരയിൽ അടങ്ങി കുത്തിരിക്കാനുള്ളതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നാളെ മറ്റന്നാളോ ഇടും. കുറേ ലെങ്ത്ത് കൂടിയ പിന്നെ വീഡിയോ കാണാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു 6 മിനിറ്റിൽ ഒതുക്കിയത്. പിന്നെ ഇത് എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഇത് ക്യാമറ പിടിച്ചു വിട്ടാൽ കേട്ടോ. പിന്നെ ഇതാണ്ട പാലം കണ്ട, നോക്കുന്നിടത്തിലെല്ലാം പാലയക്കും. അതും എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് UK ഒരു സ്ഥലം കേട്ടോ. സ്ഥലത്തിൻ്റെ പേരും ചോദിക്കരുത്, പേരെന്നോട് മറന്നുപോയി. ഇതാ കണ്ട, ആകാശത്തിൻ്റെ ഒരു മൊഞ്ചങ്ങൾ നോക്കിയൊക്കെ. ഞാൻ ഒരു ദിവസം ലൈവ് ഇട്ടിക്കേനു ആകാശം കണ്ടിട്ട്, അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ആകാശത്തിൻ്റെ. ഇതിപ്പം മൊയിലിയാർ എന്തായാലും വരും അടുത്ത വീഡിയോ കണ്ടാൽ. എൻ്റെ ബക്കെന്താ ദിക്കറ് ചൊല്ലിയാൽ പോരെ, ഇവളെന്തിനാ ഇങ്ങനെ പോയേ, ചക്കീന ഉമ്മച്ചി എന്നെല്ലാം പറയും. മൊയിലിയാറ് പണിയെടുക്കുക, നമ്മളെ പണിയെടുക്കുക. ഇതങ്ങനെ ഉണ്ട്. ഇതാ കണ്ട ആകാശം. എനിക്ക് ഈ ആകാശം കാണുമ്പോൾ എന്തെല്ലോ ഒരു മനസ്സിനൊരു കുളിർമ. ഇതാ വീണ്ടും പാലം. പിന്നെ വണ്ടീൻ്റെ സ്പീഡ് ഉണ്ട് നിങ്ങൾ. ഇത് എഡിറ്റ് ചെയ്തല്ല കേട്ടോ, എഡിറ്റ് ചെയ്തതേ അല്ല, സത്യമായിട്ട്. ഇതാ വണ്ടി ഇങ്ങനെ സ്പീഡിലാണ് പോവുക. മെല്ലെ പോയാൽ ബേക്കിൽ വണ്ടി വന്ന് ഇടിക്കും. അതുകൊണ്ട് സ്പീഡ് ഇതാണ് ഇവിടുത്തെ സ്പീഡ്. ആ സ്പീഡിലാണ് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യുന്നത്. എൻ്റെ മാപ്പിളയാണ് മുന്നിലുള്ളത്, മോനുമാണ്. ബാക്കിൽ വേറൊരു മോനും കൂടിയുണ്ട്. നാളത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവരെയും കൂടി കാണിക്കാൻ
പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് കാണിക്കും. പിന്നെ കമൻറ്റ് ലൈക്ക് മറന്നു വരരുത്. പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഞങ്ങളെ കുടുംബ ഗ്രൂപ്പിലെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ബിരിയാണി വെക്കുന്ന വീഡിയോ ഉണ്ട്, ചിക്കൻ ബിരിയാണി, അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ മന്തി ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ കറികളെല്ലാം ഉണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും കാണണം. ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചിലപ്പം നാളെ വരും, ചിലപ്പോൾ മറ്റന്നാൾ കേട്ടോ. അപ്പം നോമ്പല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും പഠിച്ച ഹൈറും ബർക്കത്തെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ വേറെന്താണ്? ഇതാ ആകാശം നോക്ക് നിങ്ങൾ, ആകാശം നോക്ക്. എന്തൊരു മഞ്ചാ, പഠിച്ചവൻ എങ്ങനെയാ ഇതെല്ലാം സൃഷ്ടിച്ച് വെച്ചത് എന്ന് ആലോചിച്ചു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പോലെ നോക്ക് നിങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കി. ആകാശം തലമുട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെ ആകാശം കാണുമ്പോൾ എന്തോ കോരിത്തരിച്ചു മേലെന്നല്ല, എന്തോ ഇതാവും. കാരണം എന്താ വെച്ചാൽ ദുനിയാവിൽ എന്തെല്ലാം ഇതാ പടച്ച് വെച്ചത്, അതെല്ലാം വിചാരിക്കുമ്പോൾ. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത